ഭാരതാംബയുടെ നെഞ്ചകം പിളർക്കപ്പെട്ട കോടിക്കണക്കിന് ഭാരതീയരുടെ കണ്ണീരും ചോരയും വിട നമ്മുടെ മാതൃഭൂമിക്ക് മുറിവേറ്റ കറുത്ത ദിനമാണെന്ന്. ഓഗസ്റ്റ് 14 നരേന്ദ്രമോദി സർക്കാരിന്റെ ആഹ്വാനപ്രകാരം രാജ്യമിന്ന് വിഭജന ഭീതിസ്മൃതി ദിനമായി ആചരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ദേശസ്നേഹികളുടെ അഖണ്ഡ ഭാരതമെന്ന മഹാസ്വപ്നം പുതുക്കുകയാണ് രാജ്യം. ഓഗസ്റ്റ് 14 ആസാദിയുടെ ഹർഷാരവങ്ങൾക്കിടയിലും ഭാരതമെന്ന സനാതന സാംസ്കാരിക ഭൂമിയുടെ ആത്മാവ് വിലാപനിർഭരമായ ദിനം. കൊളോണിയൽ തന്ത്രങ്ങൾക്കും വർഗീയ വിഘടനവാദത്തിനു മുന്നിൽ മാതൃഭൂമിയുടെ അവിഭാജ്യ ഘടകങ്ങൾ അറത്തുമാറ്റപ്പെട്ടപ്പോൾ ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാരുടെ രക്തത്താൽ പുണ്യനദികൾ ചുവന്നൊഴുകി. സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യർ, കൊള്ളയടിക്കപ്പെട്ട കുടുംബങ്ങൾ, പിച്ചു ചിന്തപ്പെട്ട ധർമ്മം, അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിനുമേൽ വീണ ആ ആഴത്തിലുള്ള മുറിവ് ഒരു പൂർണ്ണ വിരാമമല്ല, മറിച്ച് രാജ്യസ്നേഹത്തിന്റെ എരിതീയായി ഇന്നും പ്രജ്വലിക്കുകയാണ്. 14 अगस्त का विभाजन विभीषिका स्मरण दिवस, जब मां भारती के 2 टुकड़े हो गए थे, एक ऐसा दिन है जो हर भारतीय की आंखों को नम कर देता है. ये उन अनगिनत लोगों को याद करने का दिन है जिन्होंने भारत के बंटवारे की बड़ी कीमत चुकाई. ये उन परिवारों के प्रति एकजुटता को दिखाने का जिन्होंने अपना सब कुछ खो दिया और फिर भी साहस के साथ मां भारती के लिए अपनी श्रद्धा को लेते हुए जीवन को पटरी पर लेने के लिए जूझते रहे. आज ये अपने परिवार, अपने देश के हित में, देश के विकास में महत्वपूर्ण योगदान दे रहे हैं. തിരോധാനത്തിന്റെ ഇരുളിലേക്ക് തള്ളപ്പെട്ട ഈ ചരിത്ര സത്യങ്ങളെ വെളിച്ചത്തു കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് സാധിച്ചു. സാംസ്കാരിക ദേശീയതയിൽ ഉറച്ചു വിശ്വസിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആശയധാരയിൽ അധിഷ്ഠിതമായി രാഷ്ട്രത്തിന്റെ ഓർമ്മച്ചെപ്പുകളിൽ ഈ മുറിവുകളെ പുണ്യസ്മരണകളാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ. ചരിത്രത്തിലെ ഈ മഹാദുരന്തം വെറുമൊരു ഭരണഘടനാ വിഭജനമായിരുന്നില്ല, ഭാരതീയ സംസ്കൃതിക്ക് നേരെ നടന്ന കിരാതമായ ആക്രമണമായിരുന്നുവെന്ന് ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നു. വിഭാജൻ വിഭീഷിക സ്മൃതി ദിവസ് വെറുമൊരു ദിനാചരണമല്ല, അധിനിവേശ രാഷ്ട്രീയത്തിനും വഞ്ചനാപരമായ പ്രീണന നയങ്ങൾക്കുമെതിരെയുള്ള ജാഗ്രതാ പ്രഖ്യാപനമാണ്. സിന്ധു നദീതട സംസ്കാരം മുതൽ ഗംഗാതീരം വരെ പവിത്രമായി പരന്നുകിടക്കുന്ന ഒരു സംസ്കാരത്തെ തണ്ടച്ചെല്ലുകളാക്കിയ ചരിത്രത്തിലെ തെറ്റുകളിനി ആവർത്തിക്കത്തില്ലെന്ന ധർമ്മബോധത്തിന്റെ പ്രതിജ്ഞയാണത്. ഓരോ ദേശസ്നേഹിയുടെയും ചോര ഞരമ്പുകളിൽ ഭാരതമെന്ന ഒരൊറ്റ വികാരം തിളച്ചുമറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. यहाँ आना था, मगर उस वक्त जिस प्रकार का खून खराबा था वो वहां है. और हमारे देश के सभी नेताओं ने आश्वासन दिया कि आप अभी वहां रह जाइए, आप सभी कभी भी आएंगे, भारत में आपका स्वागत किया जाएगा, भारत आपको नागरिकता देगा, भारत आपको सम्मान. ഇന്ന് ആസൂത്രിതമായി രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ദേശീയതയെയും ഭാരതീയ സംസ്കാരത്തെയും തരം താഴ്ത്താൻ ശ്രമിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്കുള്ള ശക്തമായ ഉത്തരമാണ് ഈ ചരിത്ര ഓർമ്മപ്പെടുത്തൽ. സ്വാഭിമാനമുള്ള ദേശീയതയിലും സ്വയം പര്യാപ്തതയിലുമാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും ഭാവി കുടികൊള്ളുന്നത്. വിഭജനത്തിന്റെ നോവുകളെ അറിഞ്ഞുകൊണ്ട് തന്നെ വികസിത ഭാരത് 2047 എന്ന മഹത്തായ അമൃതകാല ലക്ഷ്യത്തിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം കുതിച്ചുയരുകയാണ്. എസ് നന്ദഗോപൻ, ജനം, ഡൽഹി.